Hi friends, എൻ്റെ പേര് ഡോക്ടർ സഞ്ജു ഡാനിയൽ ജോൺ. ഞാൻ MD ജനറൽ മെഡിസിൻ വിത്ത് എക്സ്പീരിയൻസ് ഇൻ ഡയബറ്റോളജി ആൻഡ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് ഡയബറ്റിസ് ആൻഡ് ലെക്ചർ ഫോർ ഡയബറ്റിക് പേഷ്യൻസ്. സോ നമുക്ക് ഡയബറ്റിസ് ഒത്തിരി വീഡിയോസ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി ലെക്ചേഴ്സ് കണ്ടിട്ടുമുണ്ട്. സോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫ്യൂ ബേസിക് തിങ്സ് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് ഡയഗ്നോസ്ഡ് ആകുമ്പോൾ what are the things with diet, exercise and how to prevent complications. So ഒരു പേഷ്യൻ്റ് ഡയഗ്നോസ് ചെയ്തു വിത്ത് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു, ഡോക്ടർ ഡയഗ്നോസ് ചെയ്തു. ഇനി ഡയറ്റ് എങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടത്? സോ ഡയറ്റാണ് ഫസ്റ്റ്, ഫോളോഡ് ബൈ എക്സസൈസ് ആൻഡ് മെഡിക്കേഷൻസ്. സോ ഡയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സോ വി ഷുഡ് ഹാവ് എ ബാലൻസ്ഡ് ഡയറ്റ് ഫോർ ഓൾ പേഷ്യൻസ്, ബി ഡയബറ്റിക് ഓർ നോൺ ഡയബറ്റിക് പേഷ്യൻസ്. സോ നമ്മളുടെ ഡയറ്റിനകത്ത് പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു WHO അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് ADA അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ കുറച്ച് റെക്കമെൻഡേഷൻസ് ഇറക്കിയിട്ടുണ്ട് ഡയറ്റിനെ കുറിച്ച്. സോ വി ഹാവ് സംതിങ് കോൾഡ് എസ് എ ഡയബറ്റിക് ഫുഡ് പ്ലേറ്റ് മോഡൽ. സോ ഇഫ് യു ലുക്ക് അറ്റ് 9 inches ഉള്ള ഒരു പ്ലേറ്റ് എടുക്കുവാണെങ്കിൽ one portion, that is ഒരു half portion will be non-starchy carbohydrates, non-starchy vegetables. Okay. Second portion will be, that is the 1/4 of the portion will be carbohydrate foods. Then the next 1/4 will be protein foods. So if you take a plate and you divide into 3, the most amount of non-starchy vegetables will be 50%. അത് കഴിഞ്ഞിട്ട് 1/4 ആണ് carbohydrate food, then protein food വരുന്നത്. And along with that, a fourth entity what is required is water or a 0 calorie drink. Now why is this food plate model very important? All diabetic patients, എല്ലാ പ്രമേഹ രോഗികൾ ഈ ഒരു ഡയബറ്റിക് ഫുഡ് പ്ലേറ്റ് മോഡൽ ഫോളോ ചെയ്താൽ നമുക്കിപ്പം നമ്മളുടെ ഒരു ഡയബറ്റിസ് സ്റ്റേറ്റസ് എത്ര ആണെന്നുള്ള നമുക്ക് ഒരു 1% അല്ലെങ്കിൽ 2% A1Cs ഒക്കെ A1C ലെവൽസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് കുറയ്ക്കാൻ പറ്റും. സോ ആസ് ഐ സെഡ്, ഹാഫ് പ്ലേറ്റ് നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ് ആയിരിക്കും. ഈ നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോ നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ് ഇൻക്ലൂഡ്സ് കോളിഫ്ലവർ, ക്യാബേജ്, എഗ് പ്ലാന്റ്, ഓക്കെ, കുക്കുംബർ, ക്യാരറ്റ്സ്, ഇതൊക്കെയാണ് നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ്. സോ most of the vegetables are non-starchy vegetables. Then second portion, carbohydrate food, അതായത് 1/4 of a plate. Carbohydrate food എന്ന് പറഞ്ഞാൽ നമ്മുടെ അരി ഭക്ഷണങ്ങൾ, റൈസ്, പിന്നെ ഗോതമ്പായിട്ടുള്ള ചപ്പാത്തി, പിന്നെ ബ്രെഡ്, പാസ്റ്റ, ഇതൊക്കെയാണ് 1/4 of a plate വേണ്ടത്. നെക്സ്റ്റ് തേർഡ് ഇസ് പ്രോട്ടീൻ ഫുഡ്. പ്രോട്ടീൻ ഫുഡ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്. ആനിമൽ പ്രോട്ടീൻസ് ഉണ്ട്, വെജിറ്റബിൾ പ്രോട്ടീൻസ് ഉണ്ട്. സോ നമ്മൾ ഈ ആനിമൽ പ്രോട്ടീൻസ് ലീൻ പ്രോട്ടീൻസ് ആണ് എടുക്കേണ്ടത്. ലീൻ പ്രോട്ടീൻസ് അല്ലാത്തത് എടുക്കുവാണെങ്കിൽ യു വിൽ ഹാവ് മോർ ഓഫ് ഫാറ്റ് കണ്ടൻറ്റ് ഇൻ ഇറ്റ്. സോ നമ്മളത് ലീൻ പ്രോട്ടീൻസ് ആണ് വി പ്രിഫർ. ലീൻ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചിക്കൻ, എഗ്സ്, ഇതൊക്കെയാണ് ലീൻ പ്രോട്ടീൻസ്. ഓക്കെ. ദെൻ ചിലപ്പോൾ ഡക്സിൻ്റെ ലീൻ മീറ്റ് നമുക്ക് ലീൻ പ്രോട്ടീൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. Then you have vegetable proteins also, like soya bean, okay, then milk, ghee, ഇതൊക്കെയാണ് vegetable proteins. Then next is water is very important. Water or a 0 calorie drink. 0 calorie drink എന്ന് പറഞ്ഞാൽ എന്താ? A 0 calorie drink can be an unsweetened tea, ഓക്കെ, ഷുഗർ ഇല്ലാത്ത ടീ, ഷുഗർ ഇല്ലാത്ത കോഫി, അല്ലെങ്കിൽ ഒരു സോഡ, ക്ലബ് സോഡ, ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് വാട്ടർ or a 0 calorie drink എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഹൗ എ പ്ലേറ്റ് മോഡൽ ഷുഡ് ബി. സോ നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിന് ഒരു ചെറിയൊരു ടിപ്പ് പറയാനുള്ളത്, അവർക്ക് ഈ ഒരു പ്ലേറ്റ് മോഡൽ ഫോളോ ചെയ്താൽ ചില ആൾക്കാർക്ക് അത് വിശപ്പ് കൂടുതലായിട്ട് ആദ്യത്തെ ഒരു 1 or 2 weeks തോന്നും. സോ സ്മോൾ ടിപ്പ് വാട്ട് ഐ ക്യാൻ ഗിവ് ഇസ്, നമ്മൾ ഏത് ഫുഡ് കഴിച്ചാൽ, ഏത് മീൽ കഴിച്ചു, ഫോർ എക്സാമ്പിൾ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് ഓർ ഡിന്നർ, have at least 2 to 3 glasses of water before you have any of these meals. അങ്ങനെ ചെയ്യുമ്പോൾ the quantity of food or the calories of food can be reduced.
So that is one thing. Second is, try from today onwards to reduce at least 500 to 1000 calories per day. ഈ ഒരു 500 to 1000 calories per day in diet നമുക്ക് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റുമെങ്കിൽ we can achieve at least 6 to 7% weight loss in the next 3 to 6 months, and we can achieve a HbA1c reduction of 0.7 to 1.8% according to നമ്മുടെ പല സ്റ്റഡീസ്, ഡയബറ്റിക് ഫെഡറേഷൻ അസോസിയേഷൻസ് ഒക്കെ ചെയ്ത സ്റ്റഡീസിലൊക്കെ കാണാറുണ്ട്. സോ ഡയറ്റ് ആണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. ഈവൻ പേഷ്യൻസ് ഹൂ ഡോണ്ട് ഡു എക്സസൈസ്, okay, or who are not on drugs, they can still reduce the HbA1c levels, they can still reduce the sugar levels if this type of food plate model or diabetic food plate model is followed. Okay, so ഞാൻ 4 items പറഞ്ഞിട്ടുണ്ട്. So next we go on to exercise. Now exerciseൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എക്സസൈസ് നമുക്ക് രണ്ട് തരത്തിലുള്ള എക്സസൈസ് ഉണ്ട്. സോ രണ്ട് തരത്തിലുള്ള എക്സസൈസ്, ലോ ഇൻറ്റൻസിറ്റി എക്സസൈസ്, ദാറ്റ് ഇസ് എയറോബിക്സ് എക്സസൈസ്, ആൻഡ് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസസ്, റെസിസ്റ്റൻസ് ട്രെയിനിങ് എക്സസൈസ് അഥവാ അനറോബിക് എക്സസൈസസ്. സോ ലോ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് എക്സസൈസിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ക്യാൻ ബി വാക്കിംഗ്, സൈക്ലിംഗ്, സ്വിമ്മിങ്, ഇതൊക്കെയാണ് എയറോബിക് എക്സസൈസസ്. നോർമലായിട്ട് നമുക്ക് കാണുന്നത് പോലെ ഈ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസസ് നമ്മുടെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബൈസെപ്സ്, ട്രൈസെപ്സ്, നമ്മുടെ കാഫ് മസിൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസാണ് റെസിസ്റ്റൻസ് ട്രെയിനിങ് ഓർ അനറോബിക് എക്സസൈസ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ജിംനേഷ്യത്തിൻ്റെ മെഷീൻസ് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡംബിൾസ്, വീട്ടിൽ ഡംബിൾസ് മേടിച്ചാൽ അത് ഉപയോഗിക്കാൻ പറ്റും. നോ, ഇതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് എക്സസൈസ് ആണ് നെക്സ്റ്റ് അറിയുന്നത്. ഈ രണ്ട് ടൈപ്പ് ഓഫ് എക്സസൈസ് അറിഞ്ഞു ഞാൻ ഡ്യൂറേഷൻ. വി ഹാവ് ടു ഡു അറ്റ്ലീസ്റ്റ് 30 minutes of exercise per day or 150 minutes per week of exercise has to be done every day. Now in 30 minutes of exercise per day, no, 13 to 7 or 210 minutes per week. So you can take a 2 days off. പക്ഷേ ഈ 2 days off എടുക്കുമ്പോൾ make sure that those 2 days do not come consecutively. For example, Monday exercise ചെയ്താൽ പിന്നെ Thursday exercise ചെയ്യില്ലേ, Monday exercise ചെയ്തിട്ട് Wednesday പിന്നെ Friday, Saturday, Sunday. So you can do 5 days of exercise spanning over 150 minutes per week. So make sure that 2 days consecutive ആയിട്ട് ബ്രേക്ക് എടുക്കാൻ പാടില്ല. സോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയും. ബിക്കോസ് ടൈപ്പ് 2 ഡയബറ്റീസ് നമുക്കറിയാം. ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് കോമൺ ആയിട്ട് നമ്മൾ ജനറൽ പോപ്പുലേഷനിൽ കാണുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, there are 537 million people living with diabetes, and India is almost going to become in the capital of diabetes all over the world. So we should realize that exercise is very important in our diabetic lifestyle management. Okay, so aerobic exercises and high intensity exercises are very important. എക്സസൈസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കും, അഥവാ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും. ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്തിനാണ് കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഇൻസുലിൻ ആണ് ഒരു ഹോർമോൺ പാൻക്രിയാസ് എന്ന് സെക്രീറ്റ് ചെയ്ത് ഗ്ലൂക്കോസിനെ മൊബിലൈസ് ചെയ്യുന്ന മസിൽസ്, ഫാറ്റ് സെൽസിലോട്ടൊക്കെ മൊബിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഓക്കെ, സോ ഡയറ്റ് ആൻഡ് എക്സസൈസ് ഞാൻ പറഞ്ഞു. നൗ നെക്സ്റ്റ്, ഈ ഡയറ്റും എക്സസൈസ് വെച്ച് നമ്മൾ നോക്കും. 3 months കൂടുമ്പോൾ നമ്മൾ ഷുഗേഴ്സ് ചെക്ക് ചെയ്യും. എന്നിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഡ്രഗ്സിലോട്ട് പോകും. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ ഡ്രഗ് എനി ഫിസിഷ്യൻ or an endocrinologist will start is metformin drug. Metformin എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ ചില കോൺട്രാൻഡിക്കേഷൻസ് ഉണ്ട്. കോൺട്രാൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചില കണ്ടീഷൻസിലൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തത്. അത് നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ, ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇൻക്ലൂഡ് ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സ്, ഇവർക്കൊക്കെ മെറ്റ്ഫോമിൻ ഏതൊക്കെ പേഷ്യൻസിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് അറിയാൻ പറ്റും. ഓക്കെ, നൗ this is how the management of diabetes should happen: diet, exercise and drugs. Next we should know, നമുക്ക് ഡയബറ്റീസ് ഇപ്പോഴേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ what happens, what are the future effects? So it will cause many complications like many microvascular complications, macrovascular. ഇതിൻ്റെ അർത്ഥം എന്താ? മൈക്രോവാസ്കുലർ, ചെറിയ രക്തധമനിയെ ബാധിക്കുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ട്, വലിയ രക്തധമനിയെ ബാധിക്കുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ട്. So
സോ ചെറിയ രക്തധമനി എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ്, കിഡ്നി ആൻഡ് ഞരമ്പ്. സോ കണ്ണിനെ ബാധിക്കുന്ന കോംപ്ലിക്കേഷൻ്റെ പേരാണ് ഡയബറ്റിക് റെറ്റിനോപ്പത്തി, ഡയബറ്റിക് നെഫ്രോപ്പത്തി കിഡ്നിനെ ബാധിക്കുന്നു, ആൻഡ് ഫൈനലി ഡയബറ്റിക് ന്യൂറോപ്പത്തിയാണ് നെർവ്സിനെ ബാധിക്കുന്നത്. വലിയ രക്തധമനിയെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്താണ്? സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, പിന്നെ നമ്മുടെ ഡയബറ്റിക് ഫുട്ട് അല്ലെ പെരിഫറൽ ആർട്ടിയൽ ഡിസീസ്. പെരിഫറൽ ആർട്ടിയൽ ഡിസീസിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലയിലോട്ടുള്ള, നമ്മുടെ കാൽപാതയിലോട്ടുള്ള രക്തോട്ടം കുറയുമ്പോൾ അതിനെ പറയുന്ന അസുഖമാണ് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്. ഓക്കെ. പിന്നെ ഈ ഡയബറ്റീസ് നമുക്ക് വയറിനകത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുമെങ്കിൽ ഡയബറ്റിക് ഗ്യാസ്ട്രോപാരസിസ് എന്ന് പറയും. പിന്നെ നമ്മളുടെ ചില മൈന്യൂട്ട് ഓർഗൻസിൽ മൈന്യൂട്ട് ഓർഗൻസ് നമ്മുടെ ജെനിറ്റാലിയസിനൊക്കെ ബാധിക്കാൻ പറ്റും. ഇറക്ടൈൽ ഡിസ്ഫങ്ഷനായിട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. സോ all this can be prevented if we follow this diet and exercise along with proper education from our doctors. Okay, then namukku how do we lead a healthy lifestyle? So we can lead a healthy lifestyle by avoiding physical inactivity. അതായത് നമ്മുടെ sedentary lifestyle, very very important. Sedentary lifestyle can be seen among many professionals in our group. നമ്മൾ many professionals, starting from healthcare workers, engineering, okay, people who are sitting for a long time in front of the laptops, okay, it can be anyone in the IT companies, it can be anyone in the bank, okay, or even നമ്മൾ ചെറിയ ബേക്കറിയിലും ഈ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന പോലെ ആൾക്കാർക്കും അവർക്കൊക്കെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി ഉണ്ടെങ്കിലും they are a risk factor for diabetes. ഇപ്പം ADA പറഞ്ഞേക്കുന്നത്, ADS അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ പറയുന്നത് ഫിസിക്കൽ ഇനാക്ടിവിറ്റി, അതായത് സെഡൻറ്ററി ആയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുക more than 30 minutes itself is a risk factor for diabetes. So നമ്മൾ what we can do is ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഒന്ന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇരുന്നുള്ള ജോലിയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് വി ഗെറ്റ് അപ്പ് ഇൻ ബിറ്റ്വീൻ ആൻഡ് വി ക്യാൻ ഡു സം സ്ട്രെച്ചിങ് എക്സസൈസ്. ഓക്കെ, I think that will be beneficial because it will help in increasing our insulin sensitivity. Otherwise it will reduce our insulin resistance. ഇതാണ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഒന്ന് എംഫസൈസ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത്. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഷുഡ് ബി ആസ് മച്ച് ആസ് പോസിബിളി അവോയ്ഡഡ്. Okay, so one is physical inactivity. Have a good healthy ബാലൻസ്ഡ് ഡയറ്റ്, അതായത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് ഒരു 20-30% ആക്കുക, പ്രോട്ടീൻസ് 20-30%, ഫ്രൂട്ട്സ് ഒരു 40-50%, ആൻഡ് വാട്ടർ. ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് എക്സസൈസ് വെച്ച് പോയാൽ ഐ തിങ്ക് വി വിൽ ഹാവ് എ വെരി ഗുഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. സോ ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ വിൽ ഷുവർലി കം അപ്പ് വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, till then take care all of you, have a healthy lifestyle. Thank you.